RSPML രൂപീകരിച്ചു. RSP കേരള ഘടകത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് RSPയിൽ നിന്നും രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് RSPML രൂപീകരിച്ചത്. ഇല്ലിക്കൽ അഗസ്തി ജനറൽ സെക്രട്ടറിയായുള്ള 21-അംഗ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. RSPയുടെ അടിസ്ഥാന രാഷ്ട്രീയ പ്രമാണമായ മാർക്സിസം, ലെനിനിസം എന്നീ പ്രത്യയശാസ്ത്രങ്ങൾ ഉപേക്ഷിച്ച RSP കേരള ഘടകത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് RSPML രൂപീകരിച്ചത്. കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന രൂപീകരണ സമ്മേളനം മുൻ ദേശീയ സമിതി അംഗം ഇല്ലിക്കൽ അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ആത്മാഭിമാനത്തെ ബലവഴിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നു. നമ്മൾ സാധാരണ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ നായ്ക്കാട് ശല്യം വളരെ കൂടുതലാണ്. സർക്കാർ പല നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താ ഇപ്പം പറഞ്ഞ പരിപാടി? വന്ധീകരണോ, വംശനാശം. ഈ വംശം ഉണ്ടാകാൻ പാടില്ല, വംശത്തിന്റെ വന്ധീകരണം എന്നൊരു പ്രക്രിയയാണ്. ആ രൂപത്തിൽ മുമ്പൊക്കെ ഞങ്ങള് RSPയെ സംബന്ധിച്ച് പറയാറുള്ളത്, ഈ പാർട്ടിയെ ചില ആളുകൾ ബോൺസായി ചെയ്യുന്നു. ഇല്ലേ മനുഷ്യ? ബോൺസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികളെ മുറിച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി വളർത്തിക്കൊണ്ടിരുന്ന പോലെ RSP എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ ചില ആളുകൾ ബോധപൂർവം അവരെ താല്പര്യം ബോൺസായി ചെയ്യുന്നുള്ളതാണ്. ഇന്നിപ്പോ അത് മാറ്റിക്കൊണ്ട് വന്ധീകരണ പ്രക്രിയയിലേക്കാണ് പോകുന്നത്. വേറൊന്നും വരേണ്ടതില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ പാർട്ടി പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ മാറിക്കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റികളടക്കം നിങ്ങൾ ചിത്രം കണ്ടു. ഇന്നലെ ഞാൻ നോക്കവിടെ ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്താൽ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇരവിപുരം മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം എന്ന രൂപത്തിൽ വന്നപ്പോഴേ വാർത്തകൾ വന്നു. ഞാനിത് പറയുമ്പോൾ ഇന്നിപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ കണ്ണൂരിൽ KK ശൈലജയ്ക്കെതിരെ മത്സരിച്ച ഒരാളാണ് ഞാൻ UDFന്റെ ഭാഗമായി. താല്പര്യമില്ലാഞ്ഞിട്ടും പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ടീച്ചർക്കെതിരെ മത്സരിക്കാൻ ഒരു കക്ഷിയും തയ്യാറല്ലാത്തപ്പോൾ പാർട്ടി പറഞ്ഞപ്പോൾ അത് ഏറ്റെടുപ്പാൻ. പ്രാക്കുളം മോഹനൻ അധ്യക്ഷത വഹിച്ചു. C മനീഷ്, ഭാരതീപുരം ശ്രീകുമാർ, സുബീഷ് കുമാർ ആലമ്പറ്റ, കുളത്തൂർ മധു, ജെസി തിരുവല്ല, ബെന്നി ഉഴവൂർ, സന്തോഷ് മാവില, രാധാകൃഷ്ണൻ മാവേലിക്കര, സുനിത തിരുവനന്തപുരം എന്നിവർ പങ്കെടുത്തു. ഇല്ലിക്കൽ അഗസ്തി ജനറൽ സെക്രട്ടറിയായി 21-അംഗ സംസ്ഥാന കമ്മിറ്റിയും രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാനും തീരുമാനമായി. നിങ്ങളുടെ നിലപാട് അതാണ്. ഈ ഉറച്ച നിലപാട് മുന്നോട്ട് പോയാൽ ഉറപ്പുണ്ട് നമുക്ക് ലക്ഷ്യത്തേക്ക് എത്താൻ കഴിയും. ഒരു പ്രസ്ഥാനവും വലിയൊരു ഗ്രൂപ്പിലല്ല ഉണ്ടായത്. ചെറിയ ചെറിയ ആളുകളിലെ ഒരാളുടെ അല്ലെ രണ്ടോ മൂന്നവരുടെ മനസ്സിലുദിച്ച ആശയം അത് 4, 5, 6 പേരിന്ന് ചർച്ച ചെയ്ത് ഒരു പരിപാടിയെ തയ്യാറാക്കി വരുമ്പോൾ ആവശ്യത ആളുകൾ നമുക്കൊപ്പം വരും. ആ വരുന്നതിന്റെ വളർച്ചയാണ് പ്രസ്ഥാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.